ഈ പട്ട് എന്തിനാ മോളെ കൊണ്ടുപോണത്? കോട്ടയ്ക്ക് പോകുമ്പോഴൊന്നും ഇത് കൊണ്ടുപോയി കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. അമ്മാടി വീരൻ ആദ്യ തമ്പരാട്ടി മാലയിടുന്നത് കാണാൻ ഞാൻ ഈ പട്ടും പോത്തി ചമ്മഞ്ഞൊരുങ്ങി പോവും. ഇതൊരു ഓർമ്മക്കുള്ള പട്ടാണ്, പിന്നെ മോളുടെ ഇഷ്ടം. മോള് പോയിക്കോ, അന്തി കറക്കുമ്പോ അങ്ങ് എത്തണ്ടേ. വെല്ലുവിളിച്ച് എതിരാളികൾ ആരും ഇല്ലാന്ന് കണ്ടപ്പോ ആൾക്കാരെ കെട്ടുകളയാന്ന് വിചാരിച്ചു. അപ്പോഴൊക്കെയാണ് നമ്മുടെ അമ്പാടിയുടെ വരവ്. അതല്ല കറുപ്പ, അനന്തന്റെ ഓട്ടം കണ്ടിട്ട് എനിക്ക് ഇപ്പോഴും ചിരി നിൽക്കില്ല. ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് കോട്ടയ്ക്കകത്തെ മത്സരങ്ങളിൽ ജയിച്ച അമ്പാടി എന്നൊരു ചെറുക്കനെ നിങ്ങൾ ആരാനും കണ്ടു? എന്താ കാണണം? എന്റെ കുഞ്ഞിനെ ദുഷ്ടന്മാരെ പിടിച്ചോണ്ട് പോയേ, ഒന്ന് വന്ന് രക്ഷിക്കണേ. എന്താ, എന്തുണ്ടായി? എന്റെ മോള് ചിന്നൂന് ആ പലച്ചേരിയാമാന്റെ ആളുകൾ പിടിച്ചോണ്ട് പോയി. ഈ പട്ട് എവിടുന്ന് കിട്ടി? 18 വർഷം മുമ്പ് പുഴയോരത്ത് ഈ പട്ടി കിടന്നാണ് എന്റെ ചിന്നൂന് എനിക്ക് കിട്ടിയത്. 18 ആണ്ട് പുഴയോരം. എന്താ പട്ടുമേലാപ്പ, തച്ചോളി തറവാടിന്റെ മുദ്ര. അപ്പൊ ചിന്നു, ചിന്നു എന്റെ മോളെ, എന്റെ മോളെ. എന്തുണ്ട്? പരിചയയുടെ ആൾക്കാര് ഇവരുടെ മകളെ പിടിച്ചോണ്ട് പോയത്. എന്റെ ചിന്നുവിനെ രക്ഷിക്കണേ. നിങ്ങൾ ഇരിക്കും, ഞാനിപ്പോ വന്നേക്കാം. അരങ്ങിൽ വെച്ച് എന്നെ നോക്കി ആർത്ത് ചിരിച്ചവളല്ലേ നീ? അവന്നോളി നിങ്ങളെ, അല്ലെങ്കിൽ കുത്തിമാർത്താൻ ഞാൻ മടിക്കില്ല. പെണ്ണായി പിറന്നവന്റെ കൈക്കരുത്തും കരളുറപ്പും ഞാനൊന്ന് കാണട്ടെ. ദ്രോഹി, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്നെ നശിപ്പിക്കാൻ നിനക്കാവില്ല. അമ്മേ, എന്റെ മോളെ, എന്റെ മോളെ. ലക്ഷ്മി അമ്മേ, ഞാൻ അമ്മയാണ് മോളെ, നിന്റെ സ്വന്തം അമ്മ. നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വന്ന മഹാഭാവി. വെള്ളം. അമ്പാടി, പൊന്നുമോനെ, നിനക്കമ്മയെ മനസ്സിലായില്ലേ? നിന്നെ കാട്ടിലെ പുഴവക്കത്ത് നിർത്തി ഈ മടി കിടക്കുന്ന കുഞ്ഞുമോളെയും കൊണ്ട് പുഴ നീന്തിപ്പോയ അമ്മയെ നിനക്ക് ഓർമ്മയില്ല മോനെ? അമ്മ, അമ്മേ. നോക്കിൻ പൊന്നെ, നിന്റെ ഏട്ടൻ. വാവേ, വാവേ, നോക്കിൻ വാവേ, ഏട്ടൻ, ഏട്ടനാണ്. വാവേ, എന്റെ പൊന്നുമോളെ.
ലക്ഷ്മിയിൽ നിന്നും നാം അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. കൊടുത്ത വാക്കിനും എടുത്ത ഭാരത്തിനും നാം വളരെയേറെ സഹിച്ചു, പൊറുത്തു. ഇനി നമുക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുണ്ട്. നാട്ടിനുടയവനും നാട്ടിന് വേണ്ടപ്പെട്ടവരും എനിക്ക് മാപ്പ് തരും. മൺമറിഞ്ഞ കടത്തനാട്ട് വലിയ കുറുപ്പിന്റെ ഭാര്യയാണ് ഞാൻ. നമുക്കറിയും ലക്ഷ്മിയെ കുഞ്ഞിക്കുട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പുഴക്കരയിൽ നിന്നും കൊണ്ടുപോകുന്നത്. ഇരിക്കും. ഇതുവരെ വിഡ്ഢിത്തം കളിച്ച മങ്കനല്ല പറയുന്നത്, ഈ നാട്ടിനുടയവനായ നാടുവഴിയാണ് കൽപ്പിക്കുന്നത്. ഇരിക്കും അവിടെ. ഇതെന്റെ മോൻ അമ്പാടിയാണ്. ഇതെന്റെ മോൾ. എന്റെ നേർപങ്ങ്, എന്റെ അച്ഛനെ ഈ ഇരിക്കുന്ന കുലദ്രോഹി ചതിച്ചുകൊണ്ടു നാടിന് മാനക്കരുണ്ടാക്കി. ഈ ചതിയന്റെ മകൻ എന്റെ കുഞ്ഞിപ്പെങ്ങൾക്ക് മരണം വരുത്തി. കുലത്തിലാണായെന്നുള്ള കാലം വരെ ഈ കറുത്ത ചരിത്രം മാറ്റിക്കുറിക്കാൻ മുതിരാതിരിക്കുകയോ? ചൊല്ലിൻ. തകർന്നുപോയ തച്ചോളി തറവാട്ടിന്റെ തറക്കൽ ഉറപ്പിക്കാതിരിക്കുകയോ? ഈ പാതകങ്ങൾക്ക് പകരം പോക്കി പിതാക്കളുടെ പൊലിമ വീണ്ടെടുക്കാതിരിക്കുകയോ? ചോദിക്കട്ടെ, ഈ ചതിയന്മാർക്ക് ശിക്ഷ എന്ത്? ഇവിടെ നീതിയും ന്യായവും സത്യവും ധർമ്മവും നിലനിന്ന് കാണണ്ടെന്നോ? ചൊല്ലിൻ, ചൊല്ലിൻ, നിങ്ങൾ ചൊല്ലിൻ. എന്തു വേണമെന്നാണ് അമ്പാടി പറയുന്നത്? നാട്ടുസഭയുടെ തീരുമാനവും നമ്മുടെ നിശ്ചയവും പറയും മുമ്പ് കേൾക്കട്ടെ. എന്തു വേണമെന്നാണ് അമ്പാടി പറയുന്നത്? നാട്ടു നടപ്പ് നനച്ചുകൊണ്ട് മുറ മറക്കാതെ കണ്ട് അംഗത്തെട്ടേറാനും നേരിൽ നിന്ന് പയറ്റാനും ഞാൻ വെല്ലുവിളിക്കും. മുത്തശ്ശന്മാരുടെ കാലടിപ്പാടുകൾ മായാതെ കണ്ടും മറയാതെ കണ്ടും കിടക്കുന്ന ഈ മലയാള മണ്ണിന്റെ മുറപ്പടി ശത്രുവെ ഞാൻ പയറ്റിന് വിളിക്കുന്നു. മൺമറഞ്ഞ തച്ചോളി തറവാട്ടിലെ കാരണന്മാരാണ്. എന്റെ അച്ഛനാണ്, അമ്മയാണ്, എന്റെ കുഞ്ഞിപ്പെങ്ങളുടെ ചോരയാണ്. ഇവരെ ഞാൻ വെല്ലുവിളിക്കുന്നു അംഗത്തട്ടിലേക്ക്. എനിക്കിനി മാറ്റമില്ല. ഇത് സത്യം, സത്യം, സത്യം. അമ്പു, നീ എന്റെ അനുജനാണ്. നിനക്കെതിരെ വാളും പരിചയമെടുക്കേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു. നിന്റെ അച്ഛൻ ചെയ്ത കൊടുംചതിക്കും നീ നിന്റെ അനുജത്തിയോട് കാണിച്ച കടുംകൈക്കും കണക്ക് പറഞ്ഞേ തീരൂ. ഞാൻ കുന്നിക്കും കൂച്ചില്ല, കുലുങ്ങില്ല. ഇതംഗത്തട്ടാണ്, ഈ ചില്ലമല്ല. ഇവിടെ ഏട്ടനും അനുജനുമില്ല, എതിരാളികളെ ഉള്ളൂ. വാള് വീശിക്കോളി. ആറ്റാണോട് ഏറ്റുമുട്ടും പോലെ വെട്ടും നീട്ടും. എങ്കിൽ കാണട്ടെ കൈക്കരുത്തും കഴിവും. കാണട്ടെ മെയ്മെടുക്കും മുറയും. തച്ചോളി തറവാട്ടിലെ ഉദയന പടക്കുറുപ്പേ, അങ്കക്കലി ദേവതേ, തച്ചോളി ഓദനം തടയാനും തറയി നിൽക്കാനും ശക്തി തരിൻ. വാളെടുത്തോളി. ആയുധമില്ലാതെ നിൽപ്പോരെ ആക്രമിക്കാൻ അഭ്യാസികൾ പഠിച്ചിട്ടില്ല.
ആ